ഹാർട്ട് വന്നിട്ട് ഒരു 250 തൊട്ട് 350 ഗ്രാം വെയിറ്റ് ഉള്ള ഒരു മസിലാണ്. നമ്മുടെ ഒരു ഫിസ്റ്റിൻ്റെ ഇത് ഇത്രയേ ഉള്ളൂ സൈസ്. അതിൻ്റെ അകത്ത് 4 അറയുണ്ട്, 4 വാൽവുണ്ട്, കുറച്ച് ധമനികളുണ്ട്, പിന്നെ കറണ്ട് കൊണ്ടുവന്ന സർക്യൂട്ടുണ്ട്. നമ്മളെല്ലാവരും ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. എല്ലാവരും ആരോഗ്യം, ആദ്യമേ ജോലി, പിന്നെ ട്രാവല്, പല കാര്യങ്ങൾക്ക് ആൾക്കാർ ടൈമും പൈസ എല്ലാം സ്പെൻഡ് ചെയ്യുന്നു. പക്ഷേ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ പലരും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എടുക്കുന്നില്ല. പക്ഷെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടാണ്. ഹാർട്ട് ഫ്രണ്ട്ലി ഡയറ്റ്, ഹാർട്ട് ഫ്രണ്ട്ലി ലൈഫ് സ്റ്റൈല് എല്ലാം പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ബേസിക്കലി ആൾക്കാർ, ഹ്യൂമൻ ബീങ്സ്, നമ്മൾ എവല്യൂഷൻ നോക്കുമ്പോൾ ആദ്യത്തെ കാലത്തെ ആൾക്കാർ ഹണ്ടർ ഗ്യാദറേഴ്സ് എന്ന് പറയും. അതായത് അവർ വേട്ടയാടാനായിട്ട് കാട്ടിൽ പോകുന്നു, ഗ്യാദർ ചെയ്യാണ്ട് പഴങ്ങൾ എടുക്കാൻ, അല്ലെങ്കിൽ അരി കാര്യങ്ങൾ എടുക്കാനായിട്ട് ഇങ്ങനെ പലയിടത്തും യാത്ര ചെയ്ത് എടുത്തിട്ട് വരുവാണ്. ഇപ്പോഴത്തെ ജോലിക്കാരെല്ലാവരും ഇപ്പം കസേരയിലിരുന്നുള്ള ജോലിയാണ്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അപ്പം നമുക്കൊരു ലൈഫ് സ്റ്റൈൽ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഹാർട്ടിൻ്റെ അസുഖങ്ങൾ കൂടാനായിട്ട്. ഹാർട്ടിന് വേണ്ടപ്പെട്ട എക്സസൈസ് ചെയ്യുന്നില്ല, നമ്മൾ വേണ്ടപ്പെട്ട ഹാർട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡയറ്റ് എടുക്കുന്നില്ല, പിന്നെ സ്ട്രെസ്സ്, പല കാര്യങ്ങളുണ്ട്, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയും. സോ ഇതിന് വളരെ പ്രധാനമായിട്ട് മെസ്സേജ് വളരെ ക്ലിയറാണ്. നമ്മുടെ ഹാർട്ട് പ്രിസർവ് ചെയ്യണമെങ്കിൽ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ വന്നിട്ട് പിന്നെ അതിനുള്ള ചികിത്സ തുടങ്ങിയിട്ട് കാര്യമില്ല. ഈ സ്റ്റേജ് എത്തുന്നതിന് മുമ്പേ അത് പ്രിവെൻഷനാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഹാർട്ട് ഫ്രണ്ട്ലി ഡയറ്റ്, ഹാർട്ട് ഫ്രണ്ട്ലി ലൈഫ് സ്റ്റൈല്, നല്ല എക്സസൈസ് ചെയ്യുക, നമ്മുടെ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഡയബറ്റീസ് കൺട്രോൾ കൊണ്ടുവരിക, പ്രഷറുള്ള രോഗികളാണെങ്കിൽ ബ്ലഡ് പ്രഷർ നന്നായിട്ട് കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ ഹാർട്ട് ഇടുപ്പിൻ്റെ അസുഖങ്ങളുള്ളവരാണ്, അതിനായിട്ടുള്ള കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലരും പല ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ ഹാർട്ട് അറ്റാക്കിന് 1977 സെപ്റ്റംബർ 16 ഫസ്റ്റ് ആൻജിയോപ്ലാസ്റ്റി ചെയ്തിരിക്കുന്നത്. അത് ആൻഡ്രിയാസ് ഗ്രുൻസെങ് എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ് ചെയ്തത്. ആ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ബലൂൺ ആൻജിയോപ്ലാസ്റ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഈ ബ്ലോക്ക് വരുന്നിടത്ത് നമ്മൾ കൊണ്ട് ബലൂൺ വെച്ചിട്ട് ഞരമ്പിൻ്റെ അകത്തൂടെ, ധമനിക്കകത്തൂടെ നമ്മളൊരു ബലൂൺ കടത്തുന്നു, ബ്ലോക്കിൻ്റെ അവിടെ പോയി ബലൂൺ വീർപ്പിക്കുന്നു, അപ്പോൾ ഈ ബ്ലോക്ക് മാറുന്നു. അതാണ് പ്ലെയിൻ ബലൂൺ. ഇതാണ് ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. ഈ ഇൻ്റർവെൻഷണൽ കാർഡിയോളജിയിലെ ആദ്യമത്തെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയത് അങ്ങനെയാണ്. അതിന് പ്ലെയിൻ ബലൂൺ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയും. ആ പ്ലെയിൻ ബലൂൺ ആൻജിയോപ്ലാസ്റ്റിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം ഈ ഹാർട്ട്, നമ്മുടെ ധമനിക്കകത്ത് 3 ലെയേഴ്സ് ഉണ്ട്. ട്യൂണിക്ക, ഇൻറ്റിമ, മീഡിയ, അഡ്വെൻറ്റീഷ്യ എന്ന് പറഞ്ഞു. ആ മീഡിയ എന്ന് പറയുന്നത് മസിൽ ഫൈബേഴ്സാണ്, ഇലാസ്റ്റിക് ഫൈബേഴ്സ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഇലാസ്റ്റിക് റീകോയിൽ വരും. അപ്പോൾ നമ്മൾ ഈ ബ്ലോക്കിൻ്റെ അടുത്തുകൊണ്ട് ഈ ബലൂൺ വീർപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ പതുക്കെ അതങ്ങ് റീകോയിൽ ചെയ്യും, പഴയ പോലെ തന്നെ അത് ചുരുങ്ങും. അപ്പോൾ ഇലാസ്റ്റിക് റീകോയിൽ 40% കേസിൽ ഇലാസ്റ്റിക് റീകോയിൽ വരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊരു ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആയിട്ട് വരുന്നില്ല. പിന്നെ ഈ ബലൂൺ വീർപ്പിക്കുമ്പം അവിടെ വിള്ളൽ വരുന്നു. ആ വിള്ളൽ വരുമ്പോൾ അതിൻ്റെ അകത്ത് ക്ലോട്ട് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ബലൂൺ ആൻജിയോപ്ലാസ്റ്റി, ബലൂൺ ഊരി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ഞരമ്പ് പിന്നെ അടഞ്ഞു പോകുന്നു, ക്ലോട്ട് അടിക്കുന്നു, ഇലാസ്റ്റിക് റീകോയിൽ വരുന്നു. അതുകൊണ്ട് അത് പതുക്കെ അത് മാറ്റിയിട്ട് നെക്സ്റ്റ് ലെവൽ ഓഫ് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെൻസാണ് വന്നത്. സ്റ്റെൻസ് എന്ന് പറഞ്ഞാൽ ബെയർ മെറ്റൽ സ്റ്റെൻസ് ഉണ്ട്, ഡ്രഗ് എലൂട്ടിങ് സ്റ്റെൻസ് ഉണ്ട്. ഫസ്റ്റ് ജനറേഷൻ ബെയർ മെറ്റൽ സ്റ്റെൻസ് ആയിരുന്നു. ബെയർ മെറ്റൽ സ്റ്റെൻസ് എന്ന് പറഞ്ഞാൽ അത് സ്റ്റെയിൻലെസ് സ്റ്റീലോ കൊബാൾട്ട് ക്രോമിയം അല്ലെങ്കിൽ പ്ലാറ്റിനം ക്രോമിയം അങ്ങനത്തെ പല മെറ്റൽസും കൊണ്ട് ഉണ്ടാക്കിയ സ്റ്റെൻസ് ആയിരുന്നു. ഈ സ്റ്റെൻസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെൻറ്റ് ഇട്ട് കഴിയുമ്പോൾ ഏകദേശം 15% തൊട്ട് 20% കേസിൽ പിന്നെയും ബ്ലോക്ക് വരുന്നു. അപ്പോൾ ഈ സ്റ്റെൻറ്റിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ ഈ ഇലാസ്റ്റിക് റീകോയിൽ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇലാസ്റ്റിക് ബലൂൺ വെച്ച് വീർപ്പിക്കുമ്പം നമ്മുടെ ധമനി ബ്ലോക്കുള്ളിടത്ത് വികസിക്കുന്നു. അത് കഴിഞ്ഞ് ഇലാസ്റ്റിക് റീകോയിൽ വരും. അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് ഈ സ്റ്റെൻറ്റ് വെച്ചിരിക്കുന്നത്. സ്റ്റെൻറ്റ് വെക്കുമ്പോൾ ഇലാസ്റ്റിക് റീകോയിൽ ഇല്ലെങ്കിലും സ്റ്റെൻറ്റിൻ്റെ അകത്ത് പുതിയ ബ്ലോക്ക് വന്ന് ഇത് പതുക്കെ ഞരമ്പുകൾ അടഞ്ഞു പോകുന്നു. അപ്പം ബെയർ മെറ്റൽ സ്റ്റെൻസും അത്ര സക്സസ് അല്ല. കാരണം 15% കേസ് വരെ ബ്ലോക്ക് പിന്നെയും വരും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് വന്നിരിക്കുന്നു ഡ്രഗ് എലൂട്ടിങ് സ്റ്റെൻറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബെയർ മെറ്റൽ സ്റ്റെൻറ്റിനകത്തൊരു പോളിമർ കോട്ടിങ് വെച്ചിട്ട് അതിൻ്റെ അകത്തൂടെ മരുന്നുകൾ പതുക്കെ ഞരമ്പിൻ്റെ അകത്തോട്ട്, ഈ ധമനിക്കകത്തോട്ട് പോകുന്നു. ഈ മരുന്നുകളുടെ ഉദ്ദേശം തിരിച്ച് റീബ്ലോക്ക് വരാതിരിക്കാനാണ്. ഈ പോളിമർ കോട്ടിങ്ങിനകത്തൂടെ 6 മാസം വരെ പതുക്കെ
ഡ്രഗ് എലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം റീബ്ലോക്ക് വരാതിരിക്കാനുള്ള സാധ്യതയാണ്. ഇതും വളരെ സക്സസ് ആയിരുന്നു. ഇപ്പോൾ എല്ലാവരും നമ്മൾ ഡ്രഗ് എലൂട്ടിങ് സ്റ്റെൻസാണ് ഉപയോഗിക്കുന്നത്. അപ്പം ബ്ലോക്കിൻ്റെ ശതമാനം 5 തൊട്ട് 10% അല്ലെങ്കിൽ 15% വരെ കുറഞ്ഞു വന്നിരിക്കുക. പക്ഷേ എങ്കിലും ഇത് 0% റീസ്റ്റെനോസിസ് എന്ന് പറഞ്ഞ സ്റ്റെൻറ്റിൻ്റെ അകത്ത് തിരിച്ച് ബ്ലോക്ക് വരുന്നു. ആ റീസ്റ്റെനോസിസ് ഇപ്പോഴും 0% എത്തിയിട്ടില്ല, ഏറ്റവും ലേറ്റസ്റ്റ് അഡ്വാൻസസ് വന്നിട്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് അടുത്ത ആൾക്കാർ ഇങ്ങനെ വെച്ചപ്പം 2006 ബ്രൂണോ ഷില്ലർ എന്ന് പറഞ്ഞൊരു ഡോക്ടർ, ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് പറഞ്ഞു, നമ്മൾ സ്റ്റെൻറ്റ് ഇട്ടാലും ഇലാസ്റ്റിക് റീകോയിൽ ഉണ്ട്, പക്ഷേ എങ്കിലും സ്റ്റെൻറ്റ് ബ്ലോക്ക് ആവുന്നല്ലോ. അപ്പോൾ നമുക്ക് ഈ മരുന്ന് പുരട്ടിയ ബലൂൺ വെച്ചിട്ട് സ്റ്റെൻറ്റ് ഇല്ലാതെ തന്നെ ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഞരമ്പ്. അപ്പം 2006 തുടങ്ങി. അതിപ്പോൾ അഡ്വാൻസ് ചെയ്തപ്പോൾ ഡ്രഗ് കോട്ടഡ് ബലൂൺസ് എന്നും പറഞ്ഞ് പുതിയ സ്റ്റെപ്പിൽ വന്നിരിക്കുന്നു. അപ്പോൾ ഈ ഡ്രഗ് കോട്ടഡ് ബലൂണിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഈ മരുന്ന് പാക്ലിടാക്സിൽ അല്ലെങ്കിൽ സിറോളിമസ് എന്ന് പറഞ്ഞ 2 മരുന്നുകളാണ് ഈ ബലൂണിനെ കോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ ഡ്രഗ് എലൂട്ടിങ് സ്റ്റെൻറ്റ് എന്ന് പറഞ്ഞാൽ 6 മാസം വരെ പതുക്കെ മരുന്ന് ഇങ്ങനെ ധമനിക്കകത്തോട്ട് പോവുകയാണ് റീബ്ലോക്സ് വരാതിരിക്കാൻ. ഡ്രഗ് കോട്ടഡ് ബലൂണിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഒരു സ്റ്റെൻറ്റ് ഇടുന്നില്ല, നമ്മൾ ബലൂൺ വെച്ച് അതുകൊണ്ട് ചികിത്സിക്കുക ഞരമ്പ്, ഈ ബ്ലോക്ക് മാറ്റുക. ഇത് ബലൂൺ വീർപ്പിച്ച് അത് ബലൂൺ നന്നായിട്ട് വീർത്ത് വരുമ്പം ബലൂണിൻ്റെ അകത്തുള്ള മരുന്ന് ഒരു സ്പ്രേ പോലെ പെട്ടെന്നൊരു വിതിൻ 30 സെക്കൻഡ്സ് ഞരമ്പിൻ്റെ ധമനിക്കകത്തോട്ട് വെസൽ വോളിലോട്ട് പോവുക. ഈ മരുന്ന് ചെന്നിട്ട് അകത്ത് ചെന്നിട്ട് ഈ ഇലാസ്റ്റിക് ഫൈബേഴ്സിലോട്ടൊക്കെ പോയി ഒട്ടി നിൽക്കും. അപ്പോൾ തിരിച്ച് റീബ്ലോക്ക് വരാനുള്ള ഒരു സാധ്യത കുറവാണ്. ഇതാണ് ഡ്രഗ് കോട്ടഡ് ബലൂണിൻ്റെ കൺസെപ്റ്റ്. ഡ്രഗ് കോട്ടഡ് ബലൂണിന് എല്ലാ കേസിലും ഡ്രഗ് കോട്ടഡ് ബലൂൺ ഉപയോഗിക്കാൻ മേല. ഡ്രഗ് എലൂട്ടിങ് ബലൂൺ അല്ലെങ്കിൽ ഡ്രഗ് കോട്ടഡ് ബലൂൺ 2.5 മില്ലിമീറ്റർ തൊട്ട് താഴെ ചെറിയ സൈസുള്ള ധമനികളിൽ സ്റ്റെൻറ്റ്, പ്രത്യേകിച്ച് നീണ്ട സ്റ്റെൻറ്റ് ഇടുമ്പം റീബ്ലോക്ക് വരാൻ സാധ്യത കൂടുതലാണ്. ഇത് പ്രത്യേകിച്ച് ഡയബറ്റിക്സിൽ. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ ഈ 2.5 മില്ലിമീറ്റർ വീതി കുറവുള്ള നീളമുള്ള ബ്ലോക്കുകൾ ഡയബറ്റിക് ഉള്ളവർക്ക്, അങ്ങനെയുള്ളവർക്ക് ഈ മരുന്ന് പുരട്ടിയ ബലൂൺ വെച്ച് ആ ധമനി ചികിത്സിക്കുവാണെങ്കിൽ നല്ല റിസൾട്ട്സ് കാണുന്നുണ്ട്. പിന്നെയുള്ളത് ഈ ഹൈ ബ്ലീഡിങ് റിസ്ക് എന്ന് പറയും, HBR പേഷ്യൻസ്. ചില പേഷ്യൻസിനുണ്ട് ബ്ലീഡിങ് റിസ്ക് കൂടുതലാണ് പല കാരണം കൊണ്ട്. പ്രായം ചെന്നവർ, 80 ഇയേഴ്സ് 80 വയസ്സ് മേലുള്ളവർക്ക്, അല്ലെങ്കിൽ ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഉള്ളവർക്ക്, അല്ലെങ്കിൽ ബ്രെയിനിൽ സ്ട്രോക്ക് വന്നവർക്ക്, എന്തെങ്കിലും ട്യൂമേഴ്സൊക്കെ ഉള്ളവർക്ക്, അങ്ങനെയുള്ളവർക്ക് ബ്ലീഡിങ് റിസ്ക് ഹൈ ആണ്. അങ്ങനെയുള്ളവർക്ക് ഈ ഡ്രഗ് എലൂട്ടിങ് ബലൂൺ ഇടുവാണെങ്കിൽ ഈ മരുന്ന് പുരട്ടിയ ബലൂൺ വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് തിന്നേഴ്സ്, സാധാരണ സ്റ്റെൻറ്റുകൾക്ക് 6 മാസം വരെ 2 ആൻറ്റിപ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയും, ബ്ലഡ് തിന്നേഴ്സ് കൊടുക്കണം. എന്നിട്ട് 1 വർഷം കഴിയുന്ന ഒരു സിംഗിൾ ആൻറ്റിപ്ലേറ്റ്ലെറ്റ് കൊടുക്കണം. സിംഗിൾ ആൻറ്റിപ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് തിന്നർ. പിന്നെ ജീവിതകാലം മുഴുവനും ഒരു സിംഗിൾ ആൻറ്റിപ്ലേറ്റ്ലെറ്റ് ആയിട്ട് എടുക്കേണ്ടി വരും. മരുന്ന് പുരട്ടിയ ബലൂൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളൊരു 6 മാസം തൊട്ട് 1 ഇയർ വരെ ബ്ലഡ് തിന്നേഴ്സ് കൊടുത്തു കഴിയുമ്പം അത് എന്നെങ്കിലും ആവശ്യം വന്ന് നിർത്തണമെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഒരു പല്ലെടുക്കണം, അല്ലെങ്കിൽ ഒരു അപ്പൻഡിക്സ് സർജറി, അല്ലെങ്കിൽ ഒരു പ്രോസ്റ്റേറ്റ് സർജറി, അല്ലെങ്കിൽ ഒരു സ്റ്റമക്കിൻ്റെ അകത്ത് ഒരു ക്യാൻസർ കണ്ടുപിടിച്ചു, അത് അല്ലെങ്കിൽ ഒരു കോളിസിസ്റ്റൈറ്റിസ്, അതിനെ ട്രീറ്റ് ചെയ്യണം. പെട്ടെന്ന് മരുന്ന് നിർത്തി കഴിയുമ്പം മറ്റേ സാധാരണ സ്റ്റെൻറ്റുകൾക്ക്, ഇവൻ മരുന്ന് പുരട്ടിയ സ്റ്റെൻറ്റുകളിൽ മരുന്ന് നിർത്തി കഴിയുമ്പോൾ ഒരു റിസ്ക് ഉണ്ട്, പെട്ടെന്ന് ഈ സ്റ്റെൻറ്റിൻ്റെ അകത്ത് ബ്ലഡ് ക്ലോട്ട് അടിച്ച് ഇത് പിന്നെ അടഞ്ഞു പോയി ഒരു അറ്റാക്ക് വരാനായിട്ട്. ഇതാകുമ്പോൾ ആ പ്രശ്നമില്ല. മരുന്ന് പുരട്ടിയ ബലൂൺ ആയതുകൊണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു, അതെടുത്തു, നമുക്ക് ബ്ലഡ് തിന്നേഴ്സൊക്കെ ധൈര്യത്തോടെ നിർത്താം. അപ്പം അങ്ങനെയുള്ള ഒരു കോംപ്ലിക്കേഷൻസ് റേറ്റ് കുറവാണ്. പിന്നുള്ള ബൈഫർക്കേഷൻ എന്ന് പറയുന്നത്, ചില സെഗ്മെൻറ്റിൽ 2 ധമനികൾ അടുത്തടുത്ത് പോകുന്നതിൻ്റെ അകത്ത് ബ്രാഞ്ച് ചെയ്യുന്നിടത്ത് 2 സൈഡിലും കേട് കാണും. അപ്പോൾ നമ്മൾ ഈ മരുന്ന് പുരട്ടിയ ബലൂൺ വെച്ച് ഏതെങ്കിലും ഒരു ശകലം ട്രീറ്റ് ചെയ്ത മെയിൻ ബ്രാഞ്ച് എന്ന് പറയും, അതിൽ സ്റ്റെൻറ്റ് ഇട്ടാൽ മതി. മറ്റിടത്ത് 2 കൊണ്ട് സ്റ്റെൻറ്റ് ബ്രാഞ്ചസ് എല്ലാം കൊണ്ട് ഇടുമ്പോഴത്തേക്ക് ആ ബൈഫർക്കേഷൻ പോയിന്റിൽ പിന്നെയും ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട്. മരുന്ന് പുരട്ടിയ ബലൂണിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ മെയിൻ വെസലിൽ നമ്മൾ സ്റ്റെൻറ്റ് ചെയ്തു, മെയിനായിട്ടുള്ള രക്തധമനിയിലോട്ട് നമ്മളൊരു സ്റ്റെൻറ്റ് ഇറക്കി ഇട്ടു. അതിൻ്റെ അകത്തൂടെ ആ സ്റ്റെൻറ്റിൻ്റെ സൈഡിൽ കൂടെ തന്നെ വേറെ ശകരങ്ങൾ കാണും. ചെറിയ ശകരങ്ങളാണോ ഒന്നും ചെയ്യേണ്ട, ഏകദേശം മീഡിയം ലെവലിൽ ശകരമൊക്കെ ഉണ്ടെങ്കിൽ 2.5 മില്ലിമീറ്റർ സൈസൊക്കെ ഉള്ള ശകരങ്ങളുണ്ട്. കുറച്ച് ഹാർട്ട് മസിലിന് നല്ല രീതിയിൽ ബ്ലഡ് കൊണ്ടുപോകുന്ന ശകരമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് സ്റ്റെൻറ്റ് ഇടുന്നതിന് പകരം ഈ മരുന്ന് പുരട്ടിയ ബലൂൺ വെച്ച് അത് ചികിത്സിക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ബൈഫർക്കേഷൻ ലീഷൻ. പിന്നെ കാൽസ്യം, ചില ഏരിയാസിൽ കൊണ്ട് നമ്മൾ ഈ സ്റ്റെൻറ്റ് കയറ്റി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും.
നീണ്ട ഒത്തിരി ടോർച്ചസ് വളഞ്ഞിരിക്കുന്ന ഞരമ്പുകൾ, അതിൻ്റെ അകത്ത് കാൽഷ്യം ഉണ്ട്. കാൽഷ്യം അവിടെ ഈ റോട്ടാബ്ലേഷനോ IVLോ അങ്ങനത്തെ കാൽഷ്യം ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ മേലത്തെ ഏരിയാസിൽ അവിടെ വെച്ച് ഈ മരുന്ന് പുരട്ടിയ ബലൂൺ, ഡ്രഗ് കോട്ടഡ് ബലൂൺ വെച്ച് ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് കാണാറുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഡ്രോബാക്സ്, എന്തുകൊണ്ട് ഇത് റീപ്ലേസ് ചെയ്യുന്നില്ല നമ്മുടെ സാധാരണ സ്റ്റെൻറ്റ്? അത് പല കാരണങ്ങളുണ്ട്. ഒന്ന്, സക്സസ് റേറ്റ്സ് വന്നിട്ട് ഇപ്പം വലിയ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ എല്ലാ കേസിലും ഇതുകൊണ്ട് ഇപ്പം കാൽസിഫൈഡ്, മുമ്പ് പറഞ്ഞ പോലെ കാൽസിഫൈഡ് വെസലാണ്, ഒത്തിരി കാൽഷ്യം ഉണ്ട്. നമ്മൾ അങ്ങനത്തെ കേസിൽ നമ്മൾ റോട്ടാബ്ലേഷൻ ചെയ്ത് കാൽഷ്യം പൊട്ടിച്ചിട്ടാണ് സ്റ്റെൻറ്റോ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്, ഡ്രഗ് കോട്ടഡ് ബലൂൺ ചെയ്യുന്നത്. പക്ഷേ ഈ ഇലാസ്റ്റിൻ ഫൈബേഴ്സ്, ഒത്തിരി കേടുള്ള ധമനികൾക്കകത്ത് ഇലാസ്റ്റിൻ ഫൈബേഴ്സ് കുറവാണ്. ഈ മരുന്ന് പുരട്ടിയ ബലൂണിൻ്റെ അകത്തു നിന്നുള്ള മരുന്ന് ഇലാസ്റ്റിൻ ഫൈബേഴ്സിലോട്ട് കയറി അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് മീഡിയയിലോട്ടാണ് ചെല്ലുന്നത്. ഇലാസ്റ്റിൻ ഫൈബേഴ്സിൻ്റെ അളവ് കുറയുമ്പം അതിൻ്റെ എഫക്റ്റ്, മരുന്നിൻ്റെ എഫക്റ്റ് കുറയും. പിന്നെ ഈ ബലൂണിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് 1 മിനിറ്റ് വെച്ച് നമ്മളിത് വീർപ്പിച്ച് വെക്കണം. ചില ധമനികളിൽ, വലിയ ധമനിക്കകത്ത് കൊണ്ട് ഇത് 1 മിനിറ്റ് വെച്ച് ഇത് ശരീരം അടഞ്ഞു നിൽക്കുക. ബലൂൺ ഇൻഫ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് താഴോട്ട് രക്തം പോകുന്നില്ല. ആ സമയത്ത് പേഷ്യൻറ്റിന് ഹാർട്ട് ഫെയിലിയറോ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ താന്നു പോവും, അങ്ങനെ കോംപ്ലിക്കേഷൻസ് വരാം. അപ്പോൾ അതുകൊണ്ട് എല്ലാ കേസിലും ഈ മരുന്ന് പുരട്ടിയ ബലൂൺ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയല്ല. പക്ഷേ മോസ്റ്റ് ഇപ്പം അത് ടെക്നോളജി അഡ്വാൻസ് ചെയ്തുകൊണ്ട് വരുവാണ്. താമസിക്കാതെ ഇത് നല്ല യൂസിൽ കൂടി വരുമെന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട്. സാധാരണ ഒരു ബലൂണിൻ്റെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സാധാരണ ബലൂൺ, ആൻജിയോപ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന ബലൂൺ, സാധാരണ ബലൂൺ. അതായത് ഇപ്പം നമ്മളൊരു ഞരമ്പിൽ ഒരു ബ്ലോക്ക് കണ്ടു, ഇതൊരു വയറിൻ്റെ അകത്തൂടെ ഇവൻ നമ്മുടെ രക്തധമനിക്കകത്തോട്ട് കയറ്റി വിടുന്നു. ആദ്യമേ സാധാരണ ഒരു ബലൂൺ വെച്ചൊന്ന് വികസിപ്പിച്ചിട്ടാണ് ഇത് സ്റ്റെൻറ്റോ അല്ലെങ്കിൽ മരുന്ന് പുരട്ടിയ ബലൂണോ കൊണ്ടുപോകുന്നത്. ഇതാണ് ഈ ബലൂൺ ഇങ്ങനെ ഇരിക്കുന്നത്. ബലൂൺ എന്ന് പറയുമ്പോൾ എപ്പോഴും ചിലർ ഓർക്കാണ്ട് ഈ നമ്മുടെ സാധാരണ ബലൂൺ പോലെ ഒരു സർക്കുലറോ അങ്ങനത്തെ ഷേപ്പാണെന്ന്. പക്ഷേ ഇതുകൊണ്ട് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പാണ് ഈ ബലൂൺ. ഇതിനൊരു അറ്റമാണ്, ഇതിൻ്റെ അറ്റത്തൂടെയാണ് ഈ വയർ പോകുന്നത്. വയറാണ് നമ്മുടെ ധമനിക്കകത്തോട്ട് കയറ്റി വിടുന്നത്. വയറിൻ്റെ അകത്തൂടെയാണ്, മേലെ കൂടെയാണ് ഇവനെ അവിടെ എത്തിക്കുന്നത്. ബലൂൺ ഇൻഫ്ലേറ്റ് ചെയ്യാണ്. ഇത് കണ്ടോ, ഇതിനൊരു ബേഴ്സ് പോയിൻ്റ് ഉണ്ട്, 20 മില്ലിമീറ്റേഴ്സ് എന്ന് പറയാം. അത്രയും പോകരുത്, അതിന് ഒരു സ്റ്റാൻഡേർഡ് ഒരു ഇൻഫ്ലേഷൻ വരെ പോയാൽ മതി. അപ്പോൾ ഇങ്ങനെ ബലൂൺ വെച്ച് ഇങ്ങനെ വീർപ്പിക്കുമ്പം നമ്മുടെ ബ്ലോക്കിൻ്റെ അകത്ത് കൊണ്ട് ഇതിങ്ങനെ വികസിപ്പിക്കുമ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ധമനികൾ ഇങ്ങനെ വീർത്ത് വരുവാണ്. അത് കഴിയുമ്പോൾ ഇത് ഡീഫ്ലേറ്റ്. ഇവിടെ ഒരു ഇൻഡിഫ്ലേറ്റർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതിങ്ങനെ തിരിക്കുമ്പോഴാണ് ഇതിങ്ങനെ ബലൂൺ വീർത്ത് വരുന്നത്. അപ്പം നമ്മൾ ആ ബ്ലോക്ക് ഉള്ളിടത്ത് കൊണ്ട് ഈ ബലൂൺ വെക്കുന്നു, ഇത് ഇങ്ങനെ ഇൻഫ്ലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ബ്ലോക്കിൻ്റെ അവിടെ പോയിട്ട് ഇതിങ്ങനെ വീർക്കുക, കണ്ടില്ലേ? അപ്പം ഈ അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക. ഒരു അടഞ്ഞിരുന്ന ധമനി പതുക്കെ ഇങ്ങനെ വികസിച്ച് വരും, ഈ ബലൂണിൻ്റെ സൈസിലോട്ട് വരും. ഇതിൻ്റെ നീളം എന്ന് പറയുന്ന ഒരു 48 മില്ലി. ഈ പർട്ടിക്കുലർ ബലൂണിന് ഒരു 30 മില്ലിമീറ്റർ ഉണ്ടെങ്കിൽ സ്റ്റെൻറ്റ് ബലൂണായത് ഒരു 3 മില്ലിമീറ്റർ വീതിയുണ്ട്. ഇപ്പം ഡ്രഗ് കോട്ടഡ് ബലൂൺ കാണിച്ചു തരാം. അപ്പം ഇത് സെയിം പഴയതുപോലെ തന്നെ, മുമ്പ് കാണിച്ചവരെ തന്നെ. ഇതിൻ്റെ അകത്ത് ഇതൊരു വയറുണ്ട്, വയറിൻ്റെ അകത്തൂടെയാണ് ഈ ബലൂൺ കയറ്റിക്കൊണ്ട് പോകുന്നത്. എന്നിട്ട് ബ്ലോക്കിൻ്റെ അവിടെ പോയിട്ട് നമ്മൾ നേരത്തെ ആദ്യമേ ഒരു സാധാരണ ബലൂൺ വെച്ചിട്ട് ഈ ധമനിയുടെ ബ്ലോക്ക് നമ്മൾ വീർപ്പിച്ച് അത് വികസിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് അത് എടുത്ത് കളയുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മരുന്ന് പുരട്ടിയ ബലൂൺ കൊണ്ട് ആ സെയിം പൊസിഷനിൽ, അത് എക്സ്റേയിൽ കാണാം നമുക്കിത് എവിടെയാണ് ബ്ലോക്ക്, ഏത് പൊസിഷനിലായിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഡൈ വെച്ച് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ കറക്റ്റ് പൊസിഷൻ അറിയാം. ബലൂൺ വെച്ചിരിക്കുന്ന കറക്റ്റ് സൈഡാണോ, അതിനാവശ്യത്തിന് അത് കവർ ചെയ്തിട്ടുണ്ടോ. ഇപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ നോർമൽ സെഗ്മെൻറ്റ് എന്ന് പറയും അത് ചെയ്യുന്നത്. കേടുള്ള ഭാഗം മാത്രമല്ല, കുറച്ച് നോർമൽ ഏരിയയിലോട്ട് അപ്പുറത്തും ഇപ്പുറത്തോട്ടും കയറ്റി ചെയ്ത് വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവനെ അങ്ങോട്ട് നമ്മൾ ഇൻഫ്ലേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മരുന്ന് പുരട്ടിയ ബലൂൺ നമ്മൾ എടുത്തുകൊണ്ട് ബ്ലഡിൻ്റെ കോണ്ടാക്ട് അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു 15% മരുന്ന് ഓൾറെഡി ഇവത്തിൽ നിന്ന് പോയി കഴിയും. പിന്നെ അവിടെ കൊണ്ട് ബ്ലോക്കിൻ്റെ അവിടെ വെച്ച് ഇൻഫ്ലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു മിനിമം 1 മിനിറ്റ് 30 സെക്കൻഡ്സ് എങ്കിലും പിടിക്കണം. 1 മിനിറ്റ് എങ്കിലും ഇവനെ വീർപ്പിച്ച് വെച്ചാലേ ഉള്ളൂ ഇതിൻ്റെ അകത്തുള്ള മരുന്ന് മുഴുവനും ഞരമ്പിൻ്റെ അകത്തോട്ട് കയറുള്ളൂ. ചില സന്ദർഭങ്ങളിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 1 മിനിറ്റ് ലെഫ്റ്റ് മെയിൻ ബൈഫർക്കേഷൻ വന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഞരമ്പിൻ്റെ അവിടെ കൊണ്ടൊക്കെ ഇത് ബ്ലോക്കൊക്കെ വരുന്നിടത്ത് പഴയ സ്റ്റെൻറ്റ് ബ്ലോക്കായി. അതിൻ്റെ അകത്ത് കൊണ്ട് മരുന്ന് കോട്ടഡ് ബലൂൺ വെച്ചാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ റീസ്റ്റെനോസിസ് എന്ന് പറയും. അപ്പം ചില സ്റ്റെൻറ്റുകൾ ലെഫ്റ്റ് മെയിൻ്റെ അകത്തോട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ളിടത്ത് കൊണ്ട് ഇത് വെച്ച് വികസിപ്പിക്കുമ്പം പെട്ടെന്ന് ബ്ലഡ് പ്രഷർ താഴ്ന്നു പോവും, ഹാർട്ട് ഫെയിലിയർ വരാം, പേഷ്യൻറ്റിന് ഇടുപ്പിൻ്റെ താളത്തിൻ്റെ വ്യത്യാസങ്ങൾ വരാം. അതാണ് അതിൻ്റെ ഒരു ഡേഞ്ചർ.
ഈ സമയത്ത് ഇതിൻ്റെ കോട്ടിങ്ങിലുള്ള മരുന്ന് പെട്ടെന്ന് ഇതിലോട്ട് പറ്റുക നമ്മുടെ ഞരമ്പിലോട്ട്. അപ്പോൾ ഇതിനൊരു നോമിനൽ പ്രഷറുണ്ട്. 3 കണ്ടീഷനിലാണ് ഇത് ഡ്രഗ് കോട്ടഡ് ബലൂൺ ഉപയോഗിക്കുന്നത്. ഒന്ന്, ചെറിയ ഞരമ്പുകൾ, 2.5 മില്ലിമീറ്റർ സൈസുള്ള ഞരമ്പുകൾ, ലോങ് വെസൽസ്, ലോങ് ഡിസീസ് എന്ന് പറയും, നീളമുള്ള കേടുകൾ. പിന്നെ ഏറ്റവും ആക്സെപ്റ്റഡ് യൂസ് എന്ന് പറഞ്ഞാൽ പഴയ ഒരു സ്റ്റെൻറ്റ് ഇട്ടു, സ്റ്റെൻറ്റ് ബ്ലോക്കായി, അതിന് റീസ്റ്റെനോസിസ് എന്ന് പറയും. ആ റീസ്റ്റെനോസിസ് ഉള്ളിടത്ത് പുതിയൊരു സ്റ്റെൻറ്റും കൂടി ഇടുവാണെങ്കിൽ പിന്നെ ഒരു മെറ്റൽ വരുവാണ്, അനദർ ലെയർ ഓഫ് മെറ്റൽ വരുവാണ്. അതിന് പകരം ഈ മരുന്ന് പുരട്ടിയ ബലൂണാണ് ഇപ്പം ലോകത്തെങ്ങും ആക്സെപ്റ്റഡ് ആയിട്ടുള്ളത്. അതായത് ഒരു സ്റ്റെൻറ്റ് ഇട്ടു, ബ്ലോക്ക് വന്നു, അതിൻ്റെ അകത്ത് പിന്നെയും ഗ്രോത്ത് വന്നു. അപ്പോൾ ഇനിയും ഒരു സ്റ്റെൻറ്റ് ഇടുന്നതിനേക്കാളും ഭേദം ഈ മരുന്ന് പുരട്ടിയ ബലൂൺ അവിടെ കൊണ്ട് വെക്കുക, അവനെ വീർപ്പിക്കുക, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അപ്പം ഇത് റീസ്റ്റെനോസിസ് എന്ന് അതിന് പറയുന്നത്. റീസ്റ്റെനോസിസിന് ഈ ഡ്രഗ് കോട്ടഡ് ബലൂൺ ആണ് ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ്, പുതിയ സ്റ്റെൻറ്റ് ഇടുന്നതിനേക്കാളും ഭേദം. തേർഡ് തിങ്, ഇതിൻ്റെ പിന്നെ ഉള്ള കോംപ്ലിക്കേഷൻസ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം പിന്നെ ഒത്തിരി കാൽസിഫിക്കേഷൻ ഉള്ള ഞരമ്പുകൾ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന പേഷ്യൻ്റ് ഇത് വെച്ച് ട്രീറ്റ് ചെയ്യാമെന്ന് പലരും ചോദിക്കുന്നു. ഇത് പറ്റിയില്ല. ചിലപ്പം ഈ ഞരമ്പിൻ്റെ അകത്ത് ഒത്തിരി ക്ലോട്ട് കാണും. ക്ലോട്ട് കാണുമ്പോഴത്തേക്ക് ഈ ബലൂൺ വെച്ച് വീർപ്പിക്കുമ്പം മൊത്തം ഈ മരുന്നിൻ്റെ ഒരു 60% അല്ലെങ്കിൽ 80% ധമനിക്കകത്തോട്ട് കയറിയാലേ ഉള്ളൂ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സക്സസ് ആവുള്ളൂ. ഒത്തിരി ക്ലോട്ടൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ, അല്ലെങ്കിൽ ഒത്തിരി കാൽസിഫിക്കേഷൻ ഉള്ള സ്ഥലത്താണെങ്കിൽ ഇത് ധമനിക്കകത്തോട്ട് ഇത് കയറുന്നില്ല മരുന്ന്. അപ്പോൾ അതിൻ്റെ സക്സസ് റേറ്റ് അത്രയും കുറഞ്ഞു വരും.